വിഴിഞ്ഞം തുറമുഖം UDFന്റെ കുഞ്ഞാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉപജ്ഞാതാവ്. ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം തുറമുഖത്തിന് ഇടണം തുടങ്ങിയ അവകാശവാദങ്ങളുമായി കോൺഗ്രസ് UDF ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട കരാറ്, ആ കരാറ് കേരളത്തിൻ്റെ താല്പര്യത്തിന് എതിരാണ്, അതിൽ വലിയ ദുരൂഹതകളുണ്ട് എന്ന് അന്ന് തന്നെ അന്നത്തെ പ്രതിപക്ഷമായ LDF ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് ഏകദേശം 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനി ദിനപത്രം, CPIMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ കടൽ കൊള്ള എന്ന പേരിലാണ് വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട വാർത്ത വരികയും ചെയ്തത്. ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്ന് കടൽക്കൊള്ള എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇപ്പോൾ നിങ്ങളിത് നടപ്പാക്കുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തത്. ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. നിരവധി അന്തിച്ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അദാനിയുമായി ഉണ്ടാക്കിയ കരാർ അത് കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞത് അന്നത്തെ LDF നേതൃത്വം മാത്രമല്ല, പ്രതിപക്ഷം മാത്രമല്ല. അത് പറഞ്ഞത് ഭരണപക്ഷത്ത് നിന്ന് അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ കൂടിയാണ്. VM സുധീരൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ഇത് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞത്. ആ ബൈറ്റ് അല്ലെങ്കിൽ ആ പരാമർശം ഇപ്പോൾ വൈറലാണ്. കോൺഗ്രസിൻ്റെ നെഞ്ചത്തടിക്കുന്ന വാക്കുകളാണ് അതിനകത്ത് സുധീരൻ പറയുന്നത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. ജനങ്ങളുടെ താല്പര്യം, പബ്ലിക് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം. അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ. ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്, ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ടറേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ്, വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ, എന്താണ് പ്രതികരണം? AICC നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു. VM സുധീരൻ മാത്രമല്ല, AK ആന്റണിയും ഈ കരാറിന് എതിരായിരുന്നു. ഇത്തരമൊരു കരാർ നടപ്പാക്കരുത് എന്ന് AK ആന്റണി ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അതോടൊപ്പം AICC നേതൃത്വം ഈ കരാറിന് എതിരായിരുന്നു. ഈ കരാറിലെ വ്യവസ്ഥകൾ കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നു. നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. 2017 CAG റിപ്പോർട്ടിനകത്ത് വിഴിഞ്ഞം കരാറും വിഴിഞ്ഞം പ്രൊജക്റ്റും അവലോകനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ CAG ഇതിൻ്റെ A to Z കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നത്, ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ നിരവധി പോരായ്മകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട്, അന്നത്തെ UDF സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചത് ഏകദേശം 80,000 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് CAG തന്നെ ചൂണ്ടിക്കാട്ടിയത്. ആ CAG റിപ്പോർട്ട്, 2017 CAG റിപ്പോർട്ടിൽ ഓരോ കാര്യവും അക്കമിട്ട് പറയുന്നുണ്ട്. അദാനിക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള കരാറാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്, സംസ്ഥാന സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ CAG റിപ്പോർട്ടിനകത്ത് വ്യക്തമായും പറയുന്നു. അതിനുശേഷം അതിലൊരു കൺക്ലൂഷൻ എത്തുന്നുണ്ട്. ആ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: ദി ഇൻട്രസ്റ്റ് ഓഫ് ദ GOK എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് കേരള വെയർ നോട്ട് പ്രൊട്ടക്റ്റഡ് എന്ന് വളരെ വ്യക്തമായും കൺക്ലൂഷനിൽ CAG റിപ്പോർട്ടിൻ്റെ അവസാനം പറയുന്നു എന്ന് നോക്കണം. എന്ന് വെച്ചാൽ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, അതിനൊന്നും ഉത്തരം പറയാത്തത് കൊണ്ടാണ് അത്തരം ഒരു കൃത്യമായ കൺക്ലൂഷനിലേക്ക് CAG എന്നെത്തുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും ഹരിക്കുന്നതായിരുന്നു വിഴിഞ്ഞം കരാർ. അതുതന്നെയാണ് അന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഒരു കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാണ് കരാറുമായി മുന്നോട്ട് പോയത്? കരാറുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ 18,000 കോടി രൂപ അദാനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ കൂടി ഈ കരാറിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കരാറുമായി മുന്നോട്ട് പോകാം, സംസ്ഥാന താല്പര്യത്തിന് എതിരാണെങ്കിലും പരമാവധി അദാനിയുമായി സംസാരിച്ച് കൂടുതൽ നേട്ടങ്ങൾ കേരളത്തിന് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്ന് നോക്കാം
പദ്ധതി ഉപേക്ഷിച്ചാൽ പിന്നീട് ഒരിക്കലും കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകില്ല, അതുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചത്. അത് തന്നെയാണ് പിന്നീട് നടന്നതും. അദാനിയുമായി നിരന്തരം സംസാരിച്ച് കേരളത്തിന് എതിരായ ഓരോ വകുപ്പുകളും അതിൽ പരമാവധി മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് 2028 വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 4 ഘട്ടവും പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അതോടൊപ്പം കേരളത്തിന് വരുമാനം ലഭിക്കുന്നത് നേരത്തെയാക്കാനും കഴിഞ്ഞതും കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. എന്നിരുന്നാലും വിഴിഞ്ഞം കരാർ അദാനിക്ക് വൻ നേട്ടമുണ്ടാകുന്നത് തന്നെയാണ്. മലയാള മനോരമ തന്നെ കഴിഞ്ഞ ദിവസം അത് വാർത്തയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. 60 കൊല്ലം കൊണ്ട് അദാനിക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ അദാനിക്ക് ലഭിക്കുന്ന മൊത്ത വരുമാനം 1,15,000 കോടി രൂപയാണ് എന്നോർക്കണം. 20 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ 1% സംസ്ഥാനത്തിന് ലാഭവിഹിതം ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ വൻ കൊള്ള തന്നെയാണ് ഈ കരാറിലൂടെ അദാനി നടത്തുന്നത്. അതിന് വഴിവെച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്ന കണക്കുകൾ നമ്മോട് പറയുന്നു. അതോടൊപ്പം അന്നത്തെ 2017 CAG റിപ്പോർട്ടും VM സുധീരൻ KPCC പ്രസിഡന്റും പറഞ്ഞ വാക്കുകളും ഇപ്പോൾ UDF-നും കോൺഗ്രസിനും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്.